ഹായ് നമസ്കാരം, ഞാൻ ചാത്തുണ്ടക്കാരൻ ചങ്ങാതി സുധി കോതേരി. ഇന്ന് ഞാൻ വർക്കല ബീച്ചിലാണ് വന്നത്. സാധാരണ നമ്മൾ കാപ്പിൽ ബീച്ചിലാണ് പോകാറ്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ 5-6 പേരുണ്ട്. അപ്പം നമ്മൾ നേരെ വർക്കല ബീച്ചിലേക്കാണ് വന്നത്. വർക്കല ബീച്ചിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെന്തായാലും അവിടുന്ന് തിരിച്ച് നേരെ കാപ്പിലേക്ക് തരാം. പക്ഷേ കുറേ നേരം ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇരിക്കാൻ പറ്റിയില്ല. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നെ സന്ധ്യ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയത്തില്ല. പിന്നെ ഒരു 20 കിലോമീറ്റർ പുറത്തുണ്ട്. ആക്റ്റീവയിലും ബൈക്കിലും ആയിട്ടാണ് വന്നത്. അപ്പം പിള്ളേരും ഉണ്ട്. അപ്പോൾ എന്തായാലും വിചാരിച്ച് എന്നാൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ ഇറങ്ങാം. നേരെ കാപ്പിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെന്തായാലും നേരെ തിരിച്ച് വണ്ടി വെച്ചൊക്കെ നടത്തോട്ട് നേരെ നടന്നു വരികയാണ്. ഇനി ഇവിടുന്ന് നേരെ കാപ്പിലോട്ട് പോകണം. നമ്മുടെ ബൈക്ക് നേരെ ഏകദേശം താണ്ടതാ ഈ സൈഡിലോട്ടാണ് വെച്ചിരുന്നത്. എൻ്റെ ബൈക്ക് താണ്ട ഇത് ആക്റ്റീവ് അതാണ്. എന്തായാലും നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. വർക്കലയിൽ നിന്ന് അങ്ങനെ നമ്മൾ നേരെ കാപ്പിലോട്ട് വരുന്ന വഴിക്ക് കാപ്പിലെത്തി. അതിന് തൊട്ട് മുന്നേ തന്നെ ഇടത് സൈഡിൽ നമ്മൾ ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കയറി ചായ കുടിച്ച് 3 പേര് മുന്നേ 2 പേര് പുറകെ വന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. അപ്പോൾ എന്തായാലും നമ്മളത് ആ വണ്ടി രണ്ടും ഇവിടെയാണ് വെച്ചിരുന്നത്. 3 പേര് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക നമ്മളെ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് കാപ്പിൽ വന്ന് വണ്ടി ഒതുക്കി ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ നടക്കണം. ജസ്റ്റ് നടത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും നമ്മൾ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ താണ്ട ഈ കാപ്പിൽ ബീച്ചിൻ്റെ ഏറ്റവും അടുത്തായി. ഈ നമ്മൾ മേലിൽ കൂടെ പോകുമെന്ന് പറഞ്ഞ് 2 പേരും മുന്നേ കയറി കൂടി. എന്തായാലും അവർ തിരിച്ചു വന്നു. നമ്മൾ പറഞ്ഞ് താഴെ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഈ കാറ്റാടി കഴിയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതിനിടയിൽ പോകുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2 പേർക്ക് ഇരുന്ന് തുഴയാൻ പറ്റുന്ന സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ വന്ന് നേരെ തന്നെ പൊഴിമുറിയുന്ന തൊട്ട് അടുത്തായി. ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഇതിങ്ങനെ നോക്കുമ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ചെറുതായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ എന്താണ്ട് സാപ്പൂട്ടൻ പാറയിൽ ചാരി ഇന്ന് കപ്പലണ്ടി തിന്നുക. അപ്പോൾ എന്തായാലും ഈ കുതിര കാണുമ്പോൾ ഒരു കയറണമെന്ന് തോന്നും. അത് അവസാനം അത് സംഭവിച്ചു. അവർക്ക് കുതിരപ്പുറത്ത് കയറണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഒരുവട്ടമൊക്കെ സംസാരിച്ച്. അപ്പോൾ നല്ല പിള്ളേരായിട്ട് നല്ല സഹകരണമായിരുന്നു. അപ്പോൾ എന്തായാലും അവർ കൂടെ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ കയറ്റിയിട്ട് ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് ഇങ്ങനെ പുറക്കെ പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു പോയി. ഓരോരുത്തൻ കയറിയില്ല. അവന് കയറാൻ പേടിയെന്ന് പറഞ്ഞാൽ അവൻ കിടന്ന് ഓടുന്നുണ്ട് ആ സൈഡിൽ കൂടെ. അവൻ കയറിയില്ല. ബാക്കി 2 പേര് കയറി. അപ്പോൾ എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആണ് പിള്ളേർ കുതിരയുടെ റേറ്റ് എടുത്തതൊക്കെ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ട്. അപ്പോൾ പുള്ളിക്കാരനോട്ട് കുറച്ച് നേരം സംസാരിച്ച് നിൽക്കിയത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മോൻ അങ്ങനെ ഓടി വന്ന് അവൻ കുതിരയുടെ പൈസ കൊടുത്തില്ലായിരുന്നു കേട്ടോ. കുതിര ചെന്ന് കുറേ നേരമായി. അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ ചെന്ന് അങ്ങനെ പയ്യന്മാരെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഒരു ഫോട്ടോ എടുത്ത കേട്ടോ. നല്ല രസമുണ്ട്. ഇത് എങ്ങനെ എടുത്തെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ വണ്ടി ഇരുന്നിടത്ത് വന്ന് നേരെ ജസ്റ്റ് ഇവിടെയും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നേരെ വീട്ടിലോട്ട് ഇനി അടുത്ത ആഴ്ച കാണാം.